SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റത്തെ ന്യൂസ് നമുക്ക് നോക്കാം. പാലസ്തീൻ ജേർണലിസ്റ്റ് കവറിംഗ് ഗാസ അവാർഡ് 2024 യുനെസ്കോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ്. അപ്പം ഗാസയിൽ നമുക്കറിയാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഗാസയിൽ പോയി അവിടുത്തെ ആ ഒരു സ്ഥലം കവർ ചെയ്ത പാലസ്തീനിയൻ ജേർണലിസ്റ്റിന് യുനെസ്കോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് 2024 സമ്മാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോ ഇത് 1997 ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു ആനുവൽ പ്രൈസ് ഓണേഴ്സ് ആണ്. അതായത് ഡിഫൻസ് അല്ലെങ്കിൽ പ്രസ് ഫ്രീഡത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡിലെ ഏത് ഭാഗത്തും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ കാഴ്ചവെക്കുന്ന ഒരാൾക്കാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ എസ്പെഷ്യലി ഏതെങ്കിലും ഒരു ഡേഞ്ചർ ഫേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോ ഇത് ഗുയിലെർമോ കാനോ ഇസാസ എന്നാണ് ഇതിന്റെ ശരിക്കും ഒരു ഗുലിയർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഗുയിലെർമോ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ ജേർണലിസ്റ്റിന്റെ പേരാണ്. നെക്സ്റ്റ്, ഇന്ത്യ കെനിയ ടു ഡിസ്കസ് ചീറ്റാസ് സോഴ്സിംഗ് ഫോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് കെനിയൻ ഒഫീഷ്യൽസുമായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാന്ന് വെച്ചിട്ട് കെനിയയിൽ നിന്നുള്ള ചീറ്റയുടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക്. അപ്പൊ അതിന്റെ പ്രൊജക്ട് ചീറ്റയുടെ ഒരു നെക്സ്റ്റ് ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി മധ്യപ്രദേശിലാണ് അതുള്ളത്. അതാണ് നമ്മുടെ ചീറ്റയുടെ റീഇൻട്രൊഡക്ഷന്റെ ഒരു സെക്കൻഡ് സൈറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വർഷമാണ് നമ്മൾ രണ്ടാമത് ചീറ്റയുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ റീഇൻട്രൊഡക്ഷൻ നടത്താൻ പോകുന്നത്. ഇപ്പൊ പ്രൊജക്ട് ചീറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ആഫ്രിക്കൻ ചീറ്റേഴ്സിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് കൺട്രിയുടെ വൈൽഡിലേക്കാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 2022 ഇപ്പൊ കുനോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ തന്നെ കുനോ നാഷണൽ പാർക്കിലേക്കായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ചീറ്റനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ 27 ചീറ്റേഴ്സിനായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിൽ 13 അഡൾട്ടുകളും 14 കപ്സ് കുട്ടി ചീറ്റകളും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് നമ്മൾ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തത്. അതിൽ 10 ചീറ്റാസ് ഡൈ ആയി. ചില ഇൽനെസ്സും ഇൻഫെക്ഷൻസും ഒക്കെ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഈ ചീറ്റ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യ 8 മുതൽ 14 വരെ ചീറ്റാസിനെ ഒരു 5 വർഷത്തിനുള്ളിൽ ആനുവലി ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് അവൈലബിലിറ്റി അനുസരിച്ച് അതിൽ ചേഞ്ച് വരും. നെക്സ്റ്റ്, ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇത് നോർത്ത് വെസ്റ്റേൺ മധ്യപ്രദേശിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സാങ്ച്വറി നോട്ടിഫൈഡ് ചെയ്തത്, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് നോട്ടിഫൈ ചെയ്തത് 1974 റിവർ ചമ്പല് ഈ സാങ്ച്വറിലൂടെയാണ് ഒഴുകി പോകുന്നത്. അത് ഈ സാങ്ച്വറിനെ 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഡിജീനിയസ് ബോംബർ അൺമാൻഡ് എയർക്രാഫ്റ്റ് ഡെവലപ്ഡ് ബൈ ബാംഗ്ലൂരു ഫേം. ഇപ്പൊ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ഒരു സിറ്റി ബേസ്ഡ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജി ഫേം ആണ്. അവർ FWD-200B അൺമാൻഡ് എയർക്രാഫ്റ്റ് അൺവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഫേം ക്ലെയിം ചെയ്തത് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇൻഡിജിനിയസ് ബോംബർ അൺമാൻഡ് എയർക്രാഫ്റ്റ് ആണ് എന്നാണ്. FWD-200B എന്ന് പറയുന്നത് പേലോഡ് കപ്പാസിറ്റി 100 kg ആണ്. ഇത് മെയിൽ അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ സർവൈലൻസ് പേലോഡ് ഉണ്ടായിരിക്കും. അതുമായി ഇന്റഗ്രേറ്റ് ചെയ്ത മിസൈൽ ലൈക്ക് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടായിരിക്കും. അത് പ്രിസിഷനോട് കൂടിയിട്ട് എയർ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 200 kts അല്ലെങ്കിൽ 370 km/h ആണ്. അപ്പൊ ഇതിന്റെ എൻഡ്യൂറൻസ് കപ്പാസിറ്റി 12 to 20 hours ആണ്. അപ്പൊ ഈ FWD-200B എന്ന് പറയുന്നത് ഒരു മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 498 kg വരെ. ഇൻ അഡീഷൻ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹോൾഡ് എ ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം, അതിനകത്തൊരു GCS സിസ്റ്റം ഉണ്ട്. അതിന് 200 km ആണ് ഒരു റേഞ്ച് വരുന്നത്. നെക്സ്റ്റ്, ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ബിക്കംസ് ഇന്ത്യസ് ഫസ്റ്റ് ടു സ്റ്റാർട്ട് ഹാർവാർഡ് പ്രോഗ്രാം. ഇപ്പൊ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി ഹാർവാർഡുമായിട്ട് ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട് ഒരു കൊളാബറേഷൻ ചെയ്യുന്നുണ്ട് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അതായത് ഇന്ത്യയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇന്റർനാഷണൽ അക്കാദമിക് പാർട്ണർഷിപ്പുമായിട്ട് അലൈൻ ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയാണ്.
ഇപ്പൊ ഈ കൊളാബറേഷന്റെ അണ്ടറിൽ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റീസിലെ ബിസിനസ് സ്കൂളിലെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കും ഒരു ഫോർ എ സെമസ്റ്റർ അണ്ടർ ദിസ് ഓൺലൈൻ MBA പ്രോഗ്രാം. ഒരു ഓൺലൈൻ MBA പ്രോഗ്രാമിൽ അവിടെ നിന്നുള്ള പ്രൊഫസേഴ്സ് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പൊ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ഗ്രേഡഡ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഗ്രേഡ് ചെയ്യും. അവർക്ക് ടോപ്പ് ഗ്ലോബൽ ഫേംസിലൊക്കെ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നുണ്ട്. ഇപ്പോ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സത്നം സിംഗ് സന്ധു ആണ്. നെക്സ്റ്റ്, സോളമൻ ഐലൻഡ്സ് ഇലക്ടഡ് ജെറിമിയ മനീലി ആസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പൊ ഫോമർ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജെറിമിയ മനീലിയാണ് ഇപ്പൊ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, സോളമൻ ഐലൻഡ്സിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മനീലി ഒരു ചൈന ഫ്രണ്ട്ലി ഫോറിൻ പോളിസി കണ്ടിന്യൂ ചെയ്യാന്ന രീതിയിലാണ് പ്ലഡ് ചെയ്തിരിക്കുന്നത്. സോളമൻ ഐലൻഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു 6 മേജർ ഐലൻഡ്സും 900ഓളം സ്മോളർ ഐലൻഡ്സും ആണ് വരുന്നത്. മലനീഷ്യയിലാണ്, ഓഷ്യേനിയയുടെ പാർട്ടായിട്ടാണ് വരുന്നത്. അതായത് നോർത്ത് ഈസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഇതിന്റെ ക്യാപിറ്റൽ, സോളമൻ ഐലൻഡിന്റെ ക്യാപിറ്റൽ ഹൊണിയാറയാണ്. നെക്സ്റ്റ്, ആർക്കിയോളജിസ്റ്റ് അൺകവർ 7000-year-old പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെന്റ് ഇൻ സെർബിയ. ആർക്കിയോളജിസ്റ്റ് വളരെ റീസെന്റ് ആയിട്ട് 7000 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രീ ഹിസ്റ്റോറിക് സെറ്റിൽമെന്റ് നോർത്ത് ഈസ്റ്റേൺ സെർബിയയിലെ താമിസ് റിവറിന്റെ അടുത്ത് അവർ ഡിസ്കവർ ചെയ്തു. ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ലേറ്റ് നിയോലിത്തിക് പീരീഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോ ഏകദേശം 11 മുതൽ 13 ഹെക്ടർ വരെ സ്പാൻ ചെയ്താണ് ഈ ഒരു ഏരിയ കിടക്കുന്നത്. സെർബിയ എന്ന് പറയുന്ന ഒരു കൺട്രിയെ കുറിച്ച് കൂടെ നോക്കുകയാണെങ്കിൽ സെർബിയ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലാണ്. ഇതിന്റെ ക്യാപിറ്റൽ സിറ്റി ബെൽഗ്രേഡ് ആണ്. ബെൽഗ്രേഡ് നമ്മൾ കുറച്ചും കൂടി ന്യൂസിലൊക്കെ കേട്ട ഒരു പേരായിരിക്കും. ഇതിന്റെ കറൻസി സെർബിയൻ ദിനാർ ആണ്. നെക്സ്റ്റ്, മുംബൈ സിറ്റി FC റീഗെയിൻ ദി ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്രൗൺ ഓവർ മോഹൻ ബഗാൻ SG. ഇപ്പൊ മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ സൂപ്പർ ജെയിന്റ് എന്ന് പറയുന്ന ഒരു ടീമിനെ ബീറ്റ് ചെയ്തുകൊണ്ട് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് അവര് വിൻ ചെയ്തിരിക്കുകയാണ്. 2023-24 കപ്പ് വിന്നേഴ്സ് ആയിരിക്കുകയാണ്. ഫൈനലില് അറ്റ് ദ ഫൈനൽ ഇൻ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. ഇപ്പോ ISL 2023-24 സീസൺ അവാർഡ്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ഗ്ലവ് കിട്ടിയത് ഫുർബ ലച്ചൻപയ്ക്കാണ് മുംബൈ സിറ്റി FCയിലെ. അതുപോലെ ഗോൾഡൻ ബൂട്ട് ഡിമിട്രിയസ് ഡൈവാൻറ്റക്കോസിനാണ് കിട്ടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ. പ്ലെയർ ഓഫ് ദി ലീഗ് ഡിമിട്രിയോസ് പെട്രറ്റോസ് ആയിരുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ഗെയിൻറ്റിലെ ഭാഗമായ ഒരു പ്ലെയറാണ് അദ്ദേഹം. ഇപ്പൊ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ ലീഗ് ഒഫീഷ്യലി ഫൗണ്ട് ചെയ്ത് 2013-ലാണ്. ഇതൊരു ഫ്രജൈൽ സിസ്റ്റം ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത്. അപ്പൊ ഈ ലീഗ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റാർ സ്പോർട്സ് ഇവരുടെ ഒരു കൊളാബറേഷൻ, ഒരു പാർട്ട്ണർഷിപ്പിലാണ്. ISL എന്ന് പറയുന്നത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ റെക്കഗ്നൈസ് ചെയ്തത് തന്നെയാണ്. ഗ്ലോബൽ ഗവേണിംഗ് ബോഡി ആയിട്ടുള്ള ഫിഫയുടെ ഒരു റെക്കഗ്നിഷൻ ഉണ്ട്. തേജസ്വിൻ ശങ്കർ ക്ലിഞ്ചസ് ഗോൾഡ് ഇൻ ഹൈ ജംപ് അറ്റ് USATF ഫെസ്റ്റിവൽ. ഇപ്പൊ ഇന്ത്യയുടെ തേജസ്വിൻ ശങ്കർ മെൻസ് ഹൈ ജമ്പില് US വെച്ച് നടന്ന മെൻസ് ഹൈ ജമ്പിന്റെ USATF ഫെസ്റ്റിവലില് ഗോൾഡൻ മെഡൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ് തേജസ്വിൻ. അദ്ദേഹത്തിന് വേൾഡ് അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂർ സിൽവർ ഇവന്റിൽ തന്നെ ഒരു ടോപ്പ് സ്പോട്ട് ആയിട്ടാണ് അദ്ദേഹം സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇപ്പോ രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി നമ്മൾ 163ാമത്തെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നത്. May 7th 1861 കൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളരെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള പോയറ്റ് ആണ്, ലിറ്ററേച്ചർ ആണ്, ഫിലോസഫർ ആണ്, ഏഷ്യയിലെ ആദ്യത്തെ അതുപോലെ നോൺ യൂറോപ്യൻ നോബൽ ലോറേറ്റും കൂടെയാണ് അദ്ദേഹം. ടാഗോറിന്റെ മോസ്റ്റ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ഗീതാഞ്ജലിയാണ്, ഒരു സോങ് ഓഫറിംഗ് ആണത്. അതിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് 1913-ല്. അദ്ദേഹം ഫസ്റ്റ് പോയംസ് പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ 16ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം അന്ന് യൂസ് ചെയ്തൊരു പെൻ നെയിം ഉണ്ട്, ഭാനുസിംഹ എന്ന് പറയുന്ന ഒരു പെൻ നെയിമിലാണ് അദ്ദേഹം പോയംസ് എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ നാഷണൽ ആനന്ദം, 2 കൺട്രീസിന്റെ നാഷണൽ ആനന്ദം എഴുതി കൊടുത്തത് അദ്ദേഹമാണ്. നമ്മുടെ ഇന്ത്യയുടെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർസോണർ ബംഗ്ലയും അദ്ദേഹം എഴുതിയതാണ്. അതുപോലെ ഗുരുദേവ്, കബി ഗുരു, ബിശ്വഘാബി ഇത്തരം പേരുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്.
അദ്ദേഹം 7th August 1941 അന്തരിച്ചത്. അദ്ദേഹം ഒരുപാട് നോവൽസും പ്ലേസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് ചിത്ര, അതുപോലെ ദ പോസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറയുന്നത്. 8th May വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ ആയിരുന്നു. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഐ ഗീവ് വിത്ത് ജോയ് ആൻഡ് ദ ജോയ് ഐ ഗീവ് ഇസ് എ റിവാർഡ് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ഫൗണ്ട് ചെയ്ത ഹെൻറി ഡുനാറ്റിന്റെ ബർത്ത് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ യങ് സ്വിസ് ബിസിനസ്മാൻ ജിയാൻ ഹെൻറി ഡുനറ്റ് ആണ് ഇങ്ങനെ വേൾഡിൽ വൗണ്ടഡ് ആയിട്ടുള്ള സോൾജേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഇറ്റലിയിൽ വെച്ച് ഇങ്ങനെ 1859 ഫ്രാൻകോ ഓസ്ട്രേലിയൻ വാറിന്റെ സമയത്ത് വൗണ്ടഡ് ആയിട്ടുള്ള സോൾജേഴ്സിന് വേണ്ടി തുടങ്ങിയതാണ് ഈ ഒരു റെഡ് ക്രോസ് എന്ന് പറയുന്ന ഒരു സംരംഭം. അദ്ദേഹം റിലീഫ് സർവീസസ് ഒക്കെ അറേഞ്ച് ചെയ്തു. അതുപോലെ ലോക്കൽ കമ്മ്യൂണിറ്റീനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് മെമ്മറി ഓഫ് സോൾഫറിനോ എന്ന് പറയുന്നത്. അതില് അദ്ദേഹം ഇതൊരു ന്യൂട്രൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതായത് മെയിൻ ആയിട്ട് വാറിന്റെ ടൈമിൽ വോണ്ടഡ് സോൾജേഴ്സിന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അദ്ദേഹം ബുക്ക് എഴുതിയതിനു ശേഷം ഇന്റർനാഷണൽ കോൺഫറൻസ് ജനീവയിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭത്തെ കൺസിഡർ ചെയ്തു. അങ്ങനെ റെഡ് ക്രോസ് മൂവ്മെന്റ് അവിടെ ജന്മം കൊള്ളുകയാണ് ചെയ്തത്. അപ്പൊ ഇന്റർനാഷണൽ റെഡ് ക്രോസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ജനീവ കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ്. 1864 ജനീവ കൺവെൻഷൻ നടന്നത്. നെക്സ്റ്റ് 8th May വേൾഡ് തലാസീമിയ ഡേയും കൂടെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം തീം എന്ന് പറയുന്നത് എംപവറിംഗ് ലൈഫ്സ് എംബ്രേസിംഗ് പ്രോഗ്രസ് ഇക്വിറ്റബിൾ ആൻഡ് ആക്സസിബിൾ തലാസേമിയ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ എന്നുള്ളതാണ്. അപ്പൊ തലാസേമിയ എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് ബ്ലഡ് ഡിസോർഡർ ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു അവസ്ഥയാണ്. ആ പ്രോട്ടീന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. നമുക്ക് പരിചയമുള്ള ഒരു പ്രോട്ടീൻ ആണ്. റെഡ് ബ്ലഡ് സെൽസ് ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഇവര്. അപ്പോൾ ഇവര് ഇനഫ് ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ഇനഫ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ നമുക്കറിയാം ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള നമ്മുടെ സെല്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റിനെ ഇത് എഫക്ട് ചെയ്യും. അപ്പോൾ തന്നെ ഈ പേഴ്സൺ വളരെ ഫീൽ ആയിട്ട് ടയേർഡ് ആയിട്ടൊക്കെ അതുപോലെ ഷോർട്ട് ബ്രീത്ത് ഒക്കെ ആയിട്ട് അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ ഈ കണ്ടീഷൻ നമ്മൾ ശരിക്കും അനീമിയ എന്നാണ് പറയാം. അപ്പൊ ഈ ഒരു സിവിയർ അനീമിയ നമ്മുടെ ഓർഗൻസിനെ ഡാമേജ് ചെയ്യിക്കും, നമ്മുടെ ഡെത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യും. 8th to 9th May time of remembrance and reconciliation for those who lost their lives during the Second World War. But 22 November 2004 UN General Assembly declare ചെയ്തു 8th മുതൽ 9th May വരെ ആ 2 ദിവസം സെക്കൻഡ് വേൾഡ് വാറിലെ വിക്ടിംസ് ആയവർക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂട്ട് കൊടുക്കുന്ന ഒരു ഡേ ആണ്. നെക്സ്റ്റ് ജോസ് റോൾ മുലിനോ വിൻസ് പനാമാസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. പനാമയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞു. ജോസ് റൗൾ മുലിനോ ആണ് ജയിച്ചത്. ഇപ്പൊ പനാമയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പനാമ സിറ്റി ആണ്. കറൻസി ബാൽബോ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഷോക്കേസസ് ടൂറിസം പൊട്ടൻഷ്യൽ അറ്റ് അറേബ്യൻ ട്രാവൽ മാർക്ക് 2024. ഇപ്പോ ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ടൂറിസ്റ്റ് മാർക്കറ്റിലെ പ്രസൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ടൂറിസം അറേബ്യൻ ട്രാവൽ മാർക്ക് 2024 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് May 6th മുതൽ 9th വരെ ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് ഇന്നോവേഷൻ ട്രാൻസ്ഫോമിംഗ് ട്രാവൽ ത്രൂ എന്റർപ്രണർഷിപ്പ് എന്നുള്ളതാണ്. ഇപ്പോ ലെസർ നോൺ ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് മിനിസ്ട്രി ഓഫ് ടൂറിസം ഫോക്കസ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കൂൾ സമ്മേഴ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിനും ലോഞ്ച് ചെയ്തു. അതിനെ കൂൾക്കേഷൻസ് അറ്റ് അറേബ്യൻ ട്രാവൽ മാർട്ട് എന്നുള്ളൊരു പേരിലാണ് ഇപ്പൊ അത് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര ഗിയർ അപ്പ് ഫോർ ടൈഗർ ട്രാൻസ്ലൊക്കേഷൻ ടു സഹ്യാദ്രി റിസർവ്. മഹാരാഷ്ട്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ടൈഗേഴ്സിനെ തഥോബ അന്താരി ടൈഗർ റിസർവിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് സഹ്യാദ്രി ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പൊ സഹ്യാദ്രി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് കൺട്രിയിലെ one of only 5 tiger reserves in country. മറ്റേത് ഇനി വരുന്നത് കാവൽ ഇൻ തെലങ്കാന, അതുപോലെ കംലാങ് ഇൻ അരുണാചൽ പ്രദേശ്, ധാംബ ഇൻ മിസോറാം, അതുപോലെ സത്കോസിയ ഇൻ ഒഡീഷ. ഇതാണ് ബാക്കി 4 എണ്ണം. ഇതിനെല്ലാം സീറോ ടൈഗേഴ്സ് വിത്തിൻ ദ റിസർവ്. അതായത് ഈ റിസർവിനകത്ത്
ടൈഗേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതായത് ഇന്ത്യയിൽ ആകെ 5 ടൈഗർ റിസർവ്, ആകെ 5 ടൈഗർ റിസർവ് എന്നല്ല പറയുന്നത്, ടൈഗേഴ്സ് ഒന്നും ഇല്ലാത്ത 5 ടൈഗർ റിസർവുകളാണ് നമ്മൾ ഈ പറഞ്ഞ സഹ്യാദ്രി ടൈഗർ റിസർവ്, കാവല്, കംലാങ്, ധാംപ, സത്കോസിയ എന്നുള്ളതെല്ലാം. അപ്പൊ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 2023 തന്നെ ഈ ട്രാൻസ്ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിരുന്നു. അപ്പൊ ഫൈനൽ ഗോ ഹെഡ് ആണ് ഇപ്പൊ യൂണിയൻ മിനിസ്ട്രി, എൻവയോൺമെന്റ് മിനിസ്ട്രി അവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹ്യാദ്രി ടൈഗർ റിസർവ് എന്താണ്, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൂടെ നോക്കാം. സഹ്യാദ്രി റേഞ്ചസ്, വെസ്റ്റേൺ ഗട്ട്സിലെ സഹ്യാദ്രി റേഞ്ചസ് ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 2010 നോട്ടിഫൈ ചെയ്തത്. ഇത് ആക്ച്വലി ചന്ദോലി നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്, കൂടാതെ കൊയ്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയും ഭാഗമാണ്. ഈ ഏരിയ കൊയ്ന ഡാമിന്റെ വർണ്ണ റിവറിന്റെ ഒക്കെ സറൗണ്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ഇനി മഹാരാഷ്ട്രയിൽ വേറെയും കുറെ ടൈഗർ റിസർവുകൾ ഉണ്ട്, നമുക്ക് നോക്കാം. മെൽഘട്ട് ടൈഗർ റിസർവ്, പെഞ്ച് ടൈഗർ റിസർവ്, നവേഗോൺ നക്സിറ ടൈഗർ റിസർവ്, തധോഭ അന്ധാരി ടൈഗർ റിസർവ്, സഹ്യാദ്രി ടൈഗർ റിസർവ്, ബോർ ടൈഗർ റിസർവ്. Marine heat waves trigger widespread coral bleaching in Lakshadweep Sea. ഇപ്പൊ റിസർച്ചേഴ്സ്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ ലക്ഷദ്വീപ് സീയിലെ കോറൽ റീഫ്സിന്റെ ബ്ലീച്ചിങ് വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കൂടുതൽ അതിന്റെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് മറൈൻ ഹീറ്റ് വേവ്സ് ആണ്. അത് ഒരു ലേറ്റ് ഒക്ടോബർ 2023 മുതൽ തന്നെ അവിടുത്തെ കോറൽസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പൊ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം വെതർ ഇവന്റ് ആണ്. അതിനകത്ത് അബ്നോർമൽ ആയിട്ടുള്ള ഹൈ ഓഷ്യൻ ടെമ്പറേച്ചേഴ്സ് പ്രൊലോങ്ഡ് ആയിട്ടുള്ള പീരീഡിലേക്ക് വരുമ്പോഴാണ് ഈ കോറൽസിനൊക്കെ ഇത് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ കോറൽ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനെ പോളിപ്സ് എന്ന് പറയും. ഈ പോളിപ്സ് മൈക്രോസ്കോപ്പിക് ആൽഗയാണ്. അതിനെ നമ്മൾ സൂസാന്തല്ല എന്ന് വിളിക്കും. ഇത് അവരുടെ ടിഷ്യൂസിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ കോറൽസും ആൽഗയും മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. സിംബിയോട്ടിക് അസോസിയേഷൻ എന്ന് നമ്മൾ പറയും. അതായത് രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള അസോസിയേഷൻ ആണ് മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ ഓർ സിംബിയോട്ടിക് അസോസിയേഷൻ. അപ്പൊ കോറൽസ് സൂസാന്തലിലേക്ക് coral provides a zooxanthellae with the compounds necessary for photosynthesis. അപ്പൊ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട്സിനെ സൂസാന്തലയ്ക്ക് പ്രൊവൈഡ് ചെയ്യാണ് കോറൽസ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് സൂസാന്തല എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ തിരിച്ച് സൂസാന്തല കോറൽസിന് ഓർഗാനിക് പ്രൊഡക്ട്സ്, ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ്സ് പോലുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് കൊടുക്കുന്നു. അപ്പൊ ഇത് കോറൽ പോളിപ്സ് യൂട്ടിലൈസ് ചെയ്യുന്നു. അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവർ കാൽഷ്യം കാർബണേറ്റ് സ്കെലട്ടൺസ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ കോറൽസ് സ്ട്രെസ് ഫേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ചസിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടൊക്കെയാണ് അവർ പെട്ടെന്ന് സ്ട്രെസ്സിലേക്ക് വരുന്നത്. മെയിൻ ആയിട്ട് ടെമ്പറേച്ചർ ആണ്, പിന്നെ വരുന്ന ലൈറ്റ്, ന്യൂട്രിയൻസ് ഒക്കെ തന്നെയാണ്. ഈ സമയത്ത് ഈ ഒരു സിംബിയോട്ടിക് ആൽഗെ സൂസാന്തലിലെ എക്സ്പെൽ ചെയ്യപ്പെടും അവരുടെ ടിഷ്യൂസിൽ നിന്ന്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് കളർ ആയിട്ട് മാറും ഈ ഒരു കോറല്. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ കോറൽ ബ്ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. BSF on request posting, airfare booking etc in new guidelines. For 5 individual choices for posting on request posting and booking for air tickets for all the personnel while proceeding on leave. These are some of the key decisions made by BSF in bid of improve satisfaction level of its personnel. അപ്പോ ഇവിടെ ഓൺ റിക്വസ്റ്റ് പോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബുക്കിംഗ് ഓഫ് എയർ ടിക്കറ്റ്സ് ഫോർ ഓൾ ദ പേഴ്സണൽസ് വൈൽ പ്രൊസീഡിംഗ് ഓൺ ലീവ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർ ചില ഗൈഡ് ലൈൻസ്, BSF ചില ചേഞ്ചസ് വരുത്തിയിരിക്കുകയാണ്. അതായത് ഡാറ്റ പ്രകാരം മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് മോർ ദാൻ 46,000 പേഴ്സണൽസിനെ 6 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ നിന്ന് ഏർലി റിട്ടയർമെന്റ് എടുത്തവരെ, ലാസ്റ്റ് 5 years ആയിട്ടുള്ളവരെയൊക്കെ ഡാറ്റ വെച്ചിട്ടാണ് ഇവര് പറയുന്നത്. മാക്സിമം എന്ന് പറയുന്നത് മോർ ദാൻ 21,000 മെൻ ആൻഡ് വുമൺ ആണ്. അവർ ഏർലി റിട്ടയർമെന്റ് എടുത്തവരാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന്. അത് പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ബോർഡറിലൊക്കെ ഗാർഡ് ചെയ്യുന്നവരാണ് ഈ BSF വരുന്നവര്. ഇപ്പൊ ബാക്കി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ വരുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അസാം റൈഫിൾസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ശാസ്ത്ര, സീമ, ഭാൽ എന്നിവരൊക്കെയാണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിൽ വരുന്നത്. ISRO completes key test for India's first semi-cryogenic engine. ISRO first ignition trial ചെയ്തിരിക്കുകയാണ് SCE 200 സെമി ക്രയോജനിക് എഞ്ചിൻ 200ന് വേണ്ടിയിട്ടുള്ളത്.
അതൊരു സെമി ക്രയോ ഇന്റഗ്രേറ്റഡ് എഞ്ചിൻ ടെസ്റ്റ് ഫെസിലിറ്റി വെച്ചിട്ടാണ് ചെയ്തത്. ISROയുടെ പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മഹേന്ദ്രഗിരി, തമിഴ്നാടുമാണ് അത് കാണുന്നത്. ഈ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് സെമി ക്രയോജനിക് എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. ഇതില് ലിക്വിഡ് ഓക്സിജന്റെയും കെറോസിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ പ്രൊപ്പലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുവഴി പേലോഡ് കാപ്പബിലിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. MK3 പോലുള്ള അല്ലെങ്കിൽ LV-M3 പോലുള്ള വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ പേലോഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഫ്യൂച്ചർ ലോഞ്ച് വെഹിക്കിൾസിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മൈക്രോ കമ്പനി ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ MCU ചിപ്പ്. അപ്പം മൈക്രോ ടെക്നോളജീസ് ഒരു IIT മദ്രാസ് ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പ് ആണ്. അവർ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജിനസ് ഹൈ പെർഫോമൻസ് മൈക്രോ കൺട്രോളർ ചിപ്പ്, ഹൈ പെർഫോമൻസ് SoC സെക്യൂർ IoT റിലീസ് ചെയ്തിരിക്കുകയാണ്, ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. IoT സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ടെക്നോളജി സെഗ്മെന്റ് ആണ്. മെയിൻ ആയിട്ട് ഡിവൈസിലേക്ക് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് സേഫ് ഗാർഡ് ചെയ്യുന്നതാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. SoC എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന സൈബർ ത്രെട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SoC റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. മൈൻഗ്രോ എന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുന്നത് ഈ ചിപ്പ് 30% ചീപ്പർ ആണ് ഇപ്പോൾ കിട്ടുന്ന സിമിലർ പെർഫോമൻസ് ഉള്ള ചിപ്സിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള SoCയും ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ കോംപ്രമൈസിങ് ഒന്നും അല്ലാത്ത, വിതൗട്ട് കോംപ്രമൈസിങ് ദി ഫീച്ചേഴ്സ്, അത് ഫീച്ചേഴ്സിലൊന്നും കോംപ്രമൈസ് കാണിക്കാതെ എന്നാൽ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. Paytm president and CEO ഭവേഷ് ഗുപ്ത റിസൈൻസ്. അപ്പൊ കമ്പനി അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹം May 31, 2024 റിലീവ് ചെയ്യും. വരുൺ ശ്രീധർ ആണ് Paytm സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. രാകേഷ് സിംഗ് ആണ് CEO ഓഫ് Paytm മണിയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇപ്പൊ വിജയ് ശേഖർ ശർമ്മ ആണ് പേടിഎത്തിന്റെ ഫൗണ്ടറും അതുപോലെ സിഇഒയും. പാരന്റ് ഓർഗനൈസേഷൻ ആയിട്ട് വരുന്നതാണ് 197 കമ്മ്യൂണിക്കേഷൻസ്. ഫൗണ്ട് ചെയ്തത് August 2010 2024 മാഡ്രിഡ് ഓപ്പൺ IGA സ്വാതക് ആൻഡ് ആൻഡ്രേ റുബ്ലേവ് ട്രിംഫ്. ഇപ്പൊ വേൾഡ് നമ്പർ 1 വുമൻസ് ടെന്നീസ് പ്ലെയർ ആണ് ഇഗ സ്വാതക്, പോളണ്ടിന്റെ പ്ലെയർ ആണ്. അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്തത് ആര്യൻ സബ്ലെങ്കയാണ്. ആൻഡ്രേ റുബ്ലേവ് റഷ്യയുടെ പ്ലെയർ ആണ്. ഫെലിക്സ് ഓഗർ ആലിസിനിയനെ ഡിഫീറ്റ് ചെയ്തു. ഇപ്പൊ വുമൻസ് ആൻഡ് മെൻ സിംഗിൾ ടൈറ്റിൽസിൽ 2024 മാഡ്രിഡ് ഓപ്പണിലാണ് ഇത് നടന്നത്. സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് റിയൽ മാഡ്രിഡ് വിൻസ് 36th ലാ ലിഗ ടൈറ്റിൽ. അപ്പൊ ലാ ലിഗ എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ മെൻസ് ക്ലബ് ബേസ്ഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ്, സ്പെയിനിൽ നടക്കുന്നതാണ്. ഓക്കെ, 9th May മഹാരാണ പ്രതാപ് ജയന്തിയാണ്. റാണ പ്രതാപ് സിംഗ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് മഹാരാണ പ്രതാപ് 9th May 1540 രാജസ്ഥാനിലാണ് ജനിച്ചത്. അദ്ദേഹം മേവാറിലെ 13ാമത്തെ കിങ് ആയിരുന്നു. ഉദയ് സിംഗ് ടുവിന്റെ എൽഡസ്റ്റ് സൺ ആയിരുന്നു. മഹാറാണ ഉദയ് സിംഗ് ടു മേവാറിലെ കിങ്ഡം റൂൾ ചെയ്തിരുന്ന ഒരു കിങ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ചിറ്റൂരായിരുന്നു. ഉദയ് സിംഗ് ടു എന്ന് പറയുന്നത് ഉദയ്പൂർ സിറ്റിയുടെ, രാജസ്ഥാനിലെ ഉദയ്പൂർ സിറ്റിയുടെ ഫൗണ്ടർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ബാറ്റിൽ ഓഫ് ഹാൽഡിഗട്ടി എന്ന് പറയുന്നത് 1576 റാണ പ്രതാപ് സിംഗ് ഓഫ് മേവറും രാജ മാൻസിംഗ് ഓഫ് അംബറും തമ്മിലാണ് നടക്കുന്നത്. ഈ റാണ മാൻസിംഗ് എന്ന് പറയുന്നത് മുഗൾ എംപറർ അക്ബറിന്റെ ഒരു ജനറൽ ആണ്. മഹാറാണ പ്രതാപ് ഈ വാറിൽ മുഗൾ ഫോഴ്സസിലൂടെ ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. IAF conducted Bampi Bucket operation to douse Nainital forest fire. ഇന്ത്യൻ എയർഫോഴ്സ് ഒരു MI-17 V5 ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ബാംപി ബക്കറ്റ് ഓപ്പറേഷൻസ്, ഫോറസ്റ്റ് ഫയർ നടന്ന നൈനിറ്റാളിലെ ഫോറസ്റ്റ് ഫയർ നടന്ന സ്ഥലങ്ങളിൽ അവർ ഒരു ഓപ്പറേഷൻസ് നടത്തി. അപ്പൊ ഹെലികോപ്റ്റർ യൂസ് ചെയ്ത് ബാംപി ബക്കറ്റ് ആണ്, അതിനെ ഹെലികോപ്റ്റർ ബക്കറ്റ് അല്ലെങ്കിൽ ഹെലി ബക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് വാട്ടർ കളക്ട് ചെയ്യും ബിംതാൽ ലേക്കിൽ നിന്ന്. അത് നൈനിറ്റാളിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബേണിംഗ് ഫോറസ്റ്റിന്റെ മുകളിലേക്ക് അത് പോർ ചെയ്ത് വിടും. ബാംബി ബക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് അപ്പാരറ്റസ് ആണ്. ഏരിയൽ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. 1985 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് കനേഡിയൻ മാൻ ആയിട്ടുള്ള ഡോൺ ആർണിയാണ് ഇത് ഇൻവെന്റ് ചെയ്തത്. 2017 അദ്ദേഹം ഇത് ഹി വാസ് ഇൻഡക്റ്റഡ് ഇൻ ടു ദ ഇൻവെന്റേഴ്സ് ഹാൾ ഓഫ് ഫെയിം ഫോർ ദിസ് ഇൻവെൻഷൻ. ഇപ്പൊ
ഇൻവെന്റേഴ്സ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഒരു പട്ടം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായിരുന്നു ഈ ഒരു ഇൻവെന്ററിയുടെ പേരിൽ. ഇത് ഹെലികോപ്റ്റേഴ്സിനെ ഒരു ലാർജ് വോളിയം ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യാനും പിന്നീട് അത് ഡിസ്പേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ അഡോപ്റ്റ്സ് ഫസ്റ്റ് ലോ അഗെയിൻസ്റ്റ് വയലൻസ് ടുവേർഡ്സ് വുമൺ. അപ്പോൾ അത് ഒരു സ്വീപ്പിംഗ് ലോ വന്നിരിക്കുകയാണ് മെയിൻ ആയിട്ട് വുമൺസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 27 നേഷൻ യൂറോപ്യൻ യൂണിയൻ ജെൻഡർ ബേസ്ഡ് വയലൻസിനെതിരെ ഒരു ലോ കൊണ്ടുവന്നിരിക്കുകയാണ്. മെയിൻ ആയിട്ട് ജെൻഡർ ബേസ്ഡ് വയലൻസ്, പിന്നെ ഫോഴ്സ്ഡ് മാരേജസ്, ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതുപോലെ ഓൺലൈൻ ഹറാസ്മെന്റ്, ഇതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇത് മിനിമം സെന്റൻസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1 year to 5 year വരെ പ്രിസൺ. അത് ക്രൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു സെന്റൻസ് എന്താണെന്നുള്ളത്. ഈ റൂള് പ്രകാരം വിക്ടിം ഒരു ചൈൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പൗസോ ഒരു എക്സ് സ്പൗസോ ഒക്കെ ആണെങ്കിൽ പണിഷ്മെന്റ് കുറച്ചും കൂടെ സിവിയർ ആകും. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇത്തരം റൂൾസ് 3 വർഷത്തിനുള്ളിൽ മൊത്തം എല്ലായിടത്തേക്കും എത്തിക്കണം എന്നുള്ളതാണ്. ഗഗാൻ സ്ട്രൈക്ക് ടു ഇന്ത്യൻ ആർമി IAF കണ്ടക്ട് ജോയിന്റ് എക്സസൈസ് ഇൻ പഞ്ചാബ്. അപ്പൊ ഇന്ത്യൻ ആർമിയുടെ കാർഗ കോപ്സ് ആർമീസ് വെസ്റ്റേൺ കമാൻഡിന്റെ ഭാഗമാണ് റീസെന്റ് 3 ഡേ നീണ്ടു നിൽക്കുന്ന ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടത്തി. ഗഗാൻ സ്ട്രൈക്ക് 2 അത് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ചേർന്നിട്ട് പഞ്ചാബിൽ വെച്ചിട്ടാണ് അത് നടത്തിയത്. So next up, Border Roads Organization to start work on Shingula Tunnel. അപ്പൊ ഇതൊരു അപ്കമിങ് മോട്ടോറബിൾ ടണൽ ആണ്. 16,580 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു ഷിങ്കുല പാസ് നിൽക്കുന്നത്. ഹിമാചൽ ലാഹുൽ വല്ലിക്കും ലഡാക്കിലെ സൻസ്കർ വല്ലിക്കും ഇടയിലാണ്. അപ്പൊ അവിടെ വരുന്ന ഒരു മോട്ടോറബിൾ ടണലാണ്. ടണൽ പണിയാൻ പോവാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഇത് നിമ്മു പധാം ദർച്ച റോഡ് ലിങ്കിന്റെ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റോഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എല്ലാ വെതർ കണ്ടീഷൻസിലും ലഡാക്കിലേക്ക് കണക്ടിവിറ്റി കിട്ടുന്ന ഒരു റോഡ് ഇതുപോലെ നമ്മൾ പണിയെടുപ്പിക്കാൻ പോകുന്നത്. അതായത് ലഡാക്കിൽ നിന്ന് ബാക്കി റെസ്റ്റ് ഓഫ് ദ കൺട്രിയിലേക്ക് കണക്ഷൻ കിട്ടുന്ന ഒരു റോഡ് എന്നാണ് നമ്മൾ ഇവിടെ പണിയാൻ പോകുന്നത്. അപ്പൊ ഈ കംപ്ലീഷന് ശേഷം ഒരു 4.1 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഷിങ്കുല ടണൽ എന്ന് പറയുന്നത് വേൾഡിലെ ഹയസ്റ്റ് ടണലാണ്. അതായത് 16,580 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു ടണലാണ്. ഇത് ചൈനയിലെ മിലാ ടണലിനെയും കൂടെ ഓവർകം ചെയ്ത്, അതായിരുന്നു ഇപ്പൊ അതാണ് ഹയസ്റ്റ്. ഇനി ഷിങ്കുല ടണലിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ചൈനയുടെ മിലാ ടണലിനെ അത് ഓവർകം ചെയ്യും. ഈ ടണൽ എന്ന് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ICICI Bank introduces UPI for NRIs using international mobile numbers. അപ്പൊ ICICI Bank UPI ലോഞ്ച് ചെയ്തിരിക്കുകയാണ് NRIസിന് വേണ്ടിയിട്ട്. അതായത് 10 കൺട്രീസിലെ NRIസിനാണ് ഇവർ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലോബൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ നമ്പേഴ്സിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് UPI യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് ബാങ്കിന്റെ NRI കസ്റ്റമേഴ്സിനാണ് ഇവരിത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി എന്താ വെച്ചാൽ ബിൽസ്, യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ പേ ചെയ്യാൻ, മെർച്ചന്റ് ബിൽസ് പേ ചെയ്യാൻ, അതുപോലെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇന്റർനാഷണൽ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ദെയർ NRI ഓർ NRO ബാങ്ക് അക്കൗണ്ട് ആണ് ICICI ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോൺ റെസിഡൻഷ്യൽ എക്സ്റ്റേണൽ ആൻഡ് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട്സ് ആണ് NRI ആൻഡ് NRO അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. 2 മേജർ കാറ്റഗറി ഓഫ് അക്കൗണ്ട് ആണ് NRIസിന് അവൈലബിൾ ആയിരിക്കുന്ന 2 മേജർ കാറ്റഗറി ഓഫ് അക്കൗണ്ട്സ് ആണ് ഇത്. അപ്പൊ 10 കൺട്രീസ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതൊക്കെ കൺട്രീസ് ആണെന്ന് നോക്കാം. USA, UK, UAE, കാനഡ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, ഹോങ്കോങ്, ഒമാൻ, ഖത്തർ ആൻഡ് സൗദി അറേബ്യ. നെക്സ്റ്റ്, Glyptothorax puneabrati, new catfish species discovered in Arunachal Pradesh. ഇപ്പൊ റീസെന്റ് ഐക്കർ NBFGR, അതായത് നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സസ് ലക്നൗ ഒരു പുതിയ കാറ്റ് സ്പീഷീസിനെ അരുണാചൽ പ്രദേശിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് Glyptothorax puneabrati എന്ന് പറയുന്നത്. ഈ സ്പീഷീസ് എന്ന് പറയുന്നത് തുങ് സ്ട്രീമിൽ നിന്നാണ് അവർ കളക്ട് ചെയ്തത്. ഇത് തിസാർ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. ബ്രഹ്മപുത്ര റിവർ ബേസിലാണ് ഇത് ഉള്ളത്. അപ്പൊ മിക്ക കാറ്റ് ഫിഷസ് ഇവിടെ ഫ്രഷ് വാട്ടറിലാണ് കാണുന്നത്, പക്ഷെ കുറച്ച് മാത്രമേ ഇവിടെ മറൈനിൽ കാണുന്നുള്ളൂ. മോസ്റ്റ് സ്പീഷീസ് ഓഫ് കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് നൊക്ടേണൽ ആണ്, രാത്രി മാത്രമാണ് അത് ആക്റ്റീവ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ്, 3 Kerala districts on alert after detection of West Nile fever. ഇപ്പൊ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് 3 ഡിസ്ട്രിക്റ്റുകൾ അലേർട്ട് ചെയ്തിരിക്കുകയാണ്: തൃശൂർ, മലപ്പുറം, കോഴിക്കോട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെക്ടർ ബോൺ ആയിട്ടുള്ള വെസ്റ്റ് നൈൽ ഫീവറിന്റെ ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ടാണ്. വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസ് ആണ്. ഇത് ക്യുലക്സ് സ്പീഷീസ് ഓഫ് മൊസ്കിറ്റോ വഴിയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്.
ഇന്ത്യയിലെ വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്നത് ആദ്യം ഡിറ്റക്ട് ചെയ്തത് തന്നെ കേരളത്തിലാണ് 2011. ഇതൊരു ഫ്ലേവി വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. സെന്റ് ലൂയിസ് എൻസെഫാലിറ്റീസും അതുപോലെ ജപ്പാനീസ് എൻസെഫാലിറ്റീസ്, യെല്ലോ ഫീവർ ഒക്കെ ഉണ്ടാക്കുന്നത് ഇതേ ഫാമിലിയിൽ പെട്ടുന്ന വൈറസുകൾ തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് സിംറ്റം ഒന്നും മിക്ക ആളുകളിലും കാണിക്കുന്നില്ല. ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീവർ വഴിയാണ്. മറ്റ് സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ഹെഡ് ഏക്ക്, ബോഡി ഏക്ക്, ജോയിന്റ് പെയിൻസ്, വോമിറ്റിംഗ് വരിക, ഡയറിയ, റാഷസ് ഒക്കെയാണ് വരുന്നത്. കുറച്ച് മാത്രമാണ് എൻസെഫാലിറ്റീസ് വഴി ഇൻഫെക്ട് ആകുന്നത്. എൻസെഫാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള ഇൻഫ്ലമേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാലും നമ്മുടെ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഒക്കെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഒരു തരം മെംബ്രെയിൻ ഉണ്ട്, മെനിഞ്ചൈറ്റിസ്. അതിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം സിംറ്റം ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോ ഒരു വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ല, ഒരു വാക്സിനും അവൈലബിൾ അല്ല. അപ്പൊ ഓൺലി നമുക്ക് പേഷ്യൻസിന് വേണ്ടി സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ്സ് മാത്രമാണ് കൊടുക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, ജർമ്മൻ കമ്പനി ടെസ്റ്റഡ് റോക്കറ്റ് പവേർഡ് ബൈ കാൻഡിൽ വാക്സ്. ജർമ്മൻ കമ്പനി ആയിട്ടുള്ള ഹിംപൾസ് സക്സസ്ഫുൾ ആയിട്ട് കാൻഡിൽ വാക്സ് പവേർഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ്സിനെയൊക്കെ ക്യാരി ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് ഈ ഒരു റോക്കറ്റിന്. ഇതൊരു സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് ആണ് ഇവർ ടെസ്റ്റ് ചെയ്തത് ആദ്യമായിട്ട് സ്പേസിലേക്ക്. ഇത് 12 മീറ്റർ 2.5 ടൺ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റോക്കറ്റ് ആണ്, ഡബ്ഡ് ESA-75. ഇത് കൊനീബ ഓസ്ട്രേലിയയിൽ നിന്നാണ് ലിഫ്റ്റ് ചെയ്തത്. ഇത് സാറ്റലൈറ്റ്സിനെ ഒരു 250 കിലോ വരുന്ന സാറ്റലൈറ്റ്സിനെ വരെ ക്യാരി ചെയ്യാൻ ഇത് കാപ്പബിൾ ആണ്. 250 കിലോമീറ്റർ വരെ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന് പോകാൻ പറ്റും. ഇതിന് ഫ്യൂവൽ ചെയ്തതാണ് പ്രത്യേകത. ഇത് പാരാഫിൻ ആണ്. പാരാഫിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് കാൻഡിൽ വാക്സ് അല്ലെങ്കിൽ ലിക്വിഡ് കാൻഡിൽ വാക്സ് എന്നാണ്. കൂട്ടത്തിന് ലിക്വിഡ് ഓക്സിജനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ഫ്യൂവൽ ചെയ്യുന്നത്. ഇന്ത്യ clinches 3 gold and 2 bronze medals at Asian Open Pickleball Championship in Vietnam. അപ്പൊ പിക്കിൾ ബോൾ അമേരിക്കൻ ഗെയിം ആണ്. നമ്മൾ ടെന്നീസിനെയൊക്കെ റിസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗെയിം ആണ്. അപ്പൊ പ്ലെയേഴ്സ് ഷോർട്ട് ഹാൻഡഡ് ആയിട്ടുള്ള ബാറ്റ് യൂസ് ചെയ്യും, എന്നിട്ട് പെർഫറേറ്റഡ് പ്ലാസ്റ്റിക് ബോൾ അവർ ബാറ്റ് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്ത് വിടും ഒരു നെറ്റിനകത്തേക്ക്. മെയ് വേൾഡ് ലുപ്പസ് ഡേ ആയിരുന്നു. ലുപ്പസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ഓർഗൻസിനെയും ടിഷ്യൂസിനെയും ഒക്കെ ഡാമേജ് ആക്കുക. ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഇതിന്റെ ഭാഗമായിട്ട്. മെയിൻ ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് സ്കിന്നില്, ജോയിന്റില്, ബ്ലഡില്, അതുപോലെ നമ്മുടെ മറ്റു ഓർഗൻസിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ കിഡ്നി, ലങ്സ്, ഹാർട്ട് പോലുള്ള ഓർഗൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ലുപ്പസ് എന്ന് പറയുന്ന രോഗത്തിന്റെ കോസ് അൺനോൺ ആണ് ഇപ്പോഴും. ഇത് വിചാരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് ഒരു ജനറ്റിക്, ഹോർമോണൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് ഇതിന് കാരണമാകുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു മിക്സഡ് കാരണങ്ങളാണ് പറയുന്നത്. ലുപ്പസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വുമൺസിലാണ് മെൻസിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് പ്രിവാലന്റ് ആയിരിക്കുന്നത്. 11th മെയ് നാഷണൽ ടെക്നോളജി ഡേ ആയിരുന്നു. ഇപ്പൊ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ് May 11 നാഷണൽ ടെക്നോളജി ഡേ ആയിട്ട് ഇന്ത്യയിൽ കൊമമറേറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ആർമി പൊക്രാനിൽ ന്യൂക്ലിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തായിരുന്നു 1998. പൊക്രാൻ രാജസ്ഥാനിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് May 11, 1999 മുതൽ. അപ്പൊ കൗൺസിൽ ഫോർ ടെക്നോളജി ആണ് ഈ നാഷണൽ ടെക്നോളജി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്തത്, ഓർഗനൈസ് ചെയ്യുന്നത്. സാഹിത്യ അക്കാദമി വിന്നർ ഉറുദു ലിറ്ററേറ്റർ സലാം ബിൻ റസാഖ് പാസസ് അറ്റ് 83. നമ്മുടെ ഒരു സാഹിത്യ അക്കാദമി വിന്നർ ആയിട്ടുള്ള ഒരു ഉറുദു ലിറ്ററേച്ചർ ഒക്കെ ചെയ്യുന്ന ഒരാള് സലാം ബിൻ റസാഖ്, അദ്ദേഹം 83ാമത്തെ വയസ്സിൽ മരണമടഞ്ഞിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഉറുദു ഭാഷയിൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഷിക്കസ്ത ബുദോൻ കി ദർമിയാൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ 2004 അദ്ദേഹത്തിന് അത് കിട്ടുന്നത്. അദ്ദേഹത്തിന് ഇത് കൂടാതെ മറ്റ് അവാർഡ്സ്, സാഹിത്യ അക്കാദമി അവാർഡ് നമ്മൾ പറഞ്ഞു, അതുപോലെ ഗലീബ് അവാർഡ്, മഹാരാഷ്ട്ര ഉറുദു സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് വർക്കുകൾ എന്ന് പറയുന്നത് നാങ്കി ദോപാഫർ കാ സിപ്പാഹി, അതുപോലെ മുവാബിർ, സിന്ദഗി, അഫ്സാന, നഹീൻ എന്നുള്ളതൊക്കെയാണ്. വർഗീസ് കോശി, ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ ആൻഡ് റിനൗണ്ട് ട്രെയിനർ, ഡൈഡ്. ഇന്റർനാഷണൽ മാസ്റ്ററും റിനൗണ്ട് ആയിട്ടുള്ള ട്രെയിനറുമായിട്ടുള്ള, അതായത് ചെസ് ചാമ്പ്യൻഷിപ്പിലെ ട്രെയിനറൊക്കെ ആയിട്ടുള്ള വർഗീസ് കോശി അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയുടെ നമ്പർ 2 നാഷണൽ ചാമ്പ്യൻ ആണ് early 90s. ഓക്കെ. ചൈന അപ്പോയിന്റഡ് സ്യു സിഹോങ് as its new envoy to India. അപ്പൊ ചൈനീസ് പ്രസിഡന്റ് ജി ജിൻപിങ് അദ്ദേഹം സീനിയർ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള സു വെയ്ഹോങ്
എന്നെ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ഒരു അംബാസിഡർ ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. യൂഷ്വലി ഒരു ലോങ് ഡിലേ 18 monthsന് ശേഷമാണ് ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് വരുന്നത്. കാരണം രണ്ട് കൺട്രീസും തമ്മിലുള്ള ഒരു റിലേഷൻസ് ഫ്രോസൺ ആയിരുന്നു ലഡാക്ക് മിലിറ്ററി സ്റ്റാൻഡ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അംബാസിഡർ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോ അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത് വെറ്ററൻ ആയിട്ടുള്ള ചൈനീസ് ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള സുൻ വെയ്ഡോങ്ങിനെയാണ്. അദ്ദേഹത്തിന്റെ ടേം ഇന്ത്യയിൽ ഒക്ടോബർ 2022 തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പുതിൻ റീഅപ്പോയിന്റ്സ് മിഖായേൽ മിഷ്സ്തീൻ ആസ് റഷ്യസ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ വ്ളാഡിമിർ പുതിൻ നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹം 5th പ്രസിഡൻഷ്യൽ ടേം ആണ് റഷ്യയിൽ ഇപ്പൊ എടുക്കുന്നത്. L&T elevates R. Shankar Raman as president. അപ്പൊ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോഗ്ലോമറേറ്റ് ലാർസൻ ആൻഡ് ടോർബോ ആണ് ഈ L&T എന്ന് പറയുന്നത്. അവരുടെ ആർ ശങ്കർ രാമൻ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ആ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇതൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ രാമൻ എന്ന് പറയുന്നത് ഈ ഒരു റോള് ഓൾ ടൈം ഡയറക്ടർ ആയിട്ടും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടും ആണ് ഈ ഒരു ഈ രണ്ട് റോളിലേക്കാണ് വരുന്നത്. ഡിസൈനർ ഭാവി മെഹ്ത വിൻസ് ഓക്സ്ഫോർഡ് ബുക്ക് സ്റ്റോർ ബുക്ക് കവർ പ്രൈസ് 2024 ഫോർ ദ ബുക്ക് ബ്യൂട്ടിഫുൾ. അപ്പൊ ദ ബുക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പ്രദീപ് സെബാസ്റ്റ്യൻ ഓതർ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ്. അത് HT ഇന്ത്യ ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെഹ്ത ഒരു ട്രോഫിയും സർട്ടിഫിക്കറ്റും അതുപോലെ ഇന്ത്യൻ റുപ്പി 1 lakhന്റെ ഒരു ക്യാഷ് പ്രൈസും ആണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പുലിറ്റ്സർ പ്രൈസ് 2024 വിന്നേഴ്സ് അനൗൺസ്ഡ്. അപ്പൊ പുലിറ്റ്സർ പ്രൈസ് 2024 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് കൺഫർ ചെയ്തിരുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി ആണ് USA. പുലിറ്റ്സർ പ്രൈസ് ബോർഡാണ് ഇതിന് റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഈ അവാർഡ് ജേർണലിസം ആർട്സ് ഫീൽഡിലൊക്കെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് 15 ജേർണലിസം കാറ്റഗറീസിൽ നിന്നും 8 ആർട്സ് കാറ്റഗറീസ് എന്നുള്ള വർക്കാണ് റെക്കഗ്നൈസ് ചെയ്തത്. പുലിറ്റ്സർ പ്രൈസ് എന്ന് പറയുന്നത് ജോസഫ് പുലിറ്റ്സർ 1904 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ പുലിറ്റ്സർ പ്രൈസ് അവാർഡ് ചെയ്തത് 1917 പിന്നെ സ്പെഷ്യൽ സൈറ്റേഷൻ കിട്ടിയത് ഇപ്രാവശ്യം ലൈറ്റ് റൈറ്ററും ക്രിട്ടിക്കും ആയിട്ടുള്ള ഗ്രിഗറി സ്റ്റീഫൻ ടേറ്റ് നാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്റർ ആണ്, മ്യൂസീഷ്യൻ ആൻഡ് പ്രൊഡ്യൂസർ ആണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സൈറ്റേഷൻ അവാർഡ് കിട്ടിയിരുന്നു. മാത്രമല്ല ഗാസയിലെ വാർ കവർ ചെയ്ത മീഡിയ വർക്കേഴ്സിനും ജേർണലിസ്റ്റിനും സ്പെഷ്യൽ സൈറ്റേഷൻ കിട്ടിയിരുന്നു. ഉത്തരാഖണ്ഡ് ലോഞ്ചസ് പിറുൾ ലാവോ പൈസെ പാവോ ക്യാമ്പയിൻ ടു കോമ്പാക്ട് ഫോറസ്റ്റ് ഫയർ. കുറച്ച് നാളായിട്ട് ഉത്തരാഖണ്ഡിൽ ഫോറസ്റ്റ് ഫയർ വളരെ പ്രിവാലന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പുഷ്കർ സിംഗ് ധാമി ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് രുദ്രപ്രയാഗ് ഡിസ്ട്രിക്റ്റില്. അപ്പോ ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് പിരുളാവോ പൈസ പാവോ എന്നുള്ളതാണ്. അപ്പൊ ഒരു ലോക്കൽ യൂത്ത് വില്ലേജേഴ്സിനെയൊക്കെ ഡ്രൈ പിരുൾ എന്ന് പറയുന്നത് പൈൻ ട്രീ ലീവ്സ് ആണ്, അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഫോറസ്റ്റിൽ നിന്ന്. എന്നിട്ട് അതിനെ പിരുൾ കളക്ഷൻ സെന്റേഴ്സിലേക്ക് കൊടുക്കുക, ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പിരുൾ കളക്ഷൻ സെന്റേഴ്സിലേക്ക് കൊടുക്കുക. ഇതാണ് ഈ ഒരു ക്യാമ്പയിന്റെ പുറകിലുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വില്ലേജേഴ്സിന് പെർ kg 50 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ കളക്ട് ചെയ്ത പിരിവ് എന്ന് പറയുന്നത് പാക്ക് ചെയ്ത് പ്രോസസ് ചെയ്ത് ഫർദർ യൂസിന് വേണ്ടി ഇൻഡസ്ട്രിയിലേക്ക് സോൾവ് ചെയ്യപ്പെടും, വിൽക്കപ്പെടും. അപ്പൊ പിരുൾ എന്ന് പറയുന്നത് അവരുടെ എക്സലന്റ് ബേണിംഗ് കപ്പാസിറ്റി ഉള്ള ഒന്നാണ്, ഒരു ഇലയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൈൻ ഫോറസ്റ്റിൽ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് അതവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നത്. പൈൻ സർവീസ് കോൺഫറൻസ് പരിവർത്തൻ ചിന്താൻ 2 chaired by CDS General Anil Chauhan. ഇപ്പൊ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ 2 ഡേ ഒരു കോൺഫറൻസ് ഷെയർ ചെയ്തിരിക്കുകയാണ്. പരിവർത്തൻ ചിന്താൻ 2 9 മുതൽ 10 വരെ മെയിലാണ് അത് മെയിൽ 10 to 9 ആ സമയത്താണ് നടന്നത്. അതൊരു ജോയിനസ് ഇന്റഗ്രേഷൻ ആണ് ആംഡ് ഫോഴ്സസ്, ന്യൂഡൽഹിയിൽ ആംഡ് ഫോഴ്സസ് അവിടെ ഒരു ജോയിനസ് ആൻഡ് ഇന്റഗ്രേഷൻ ആണ് അവിടെ കണ്ടത്. ആർമി ലുക്സ് അറ്റ് ക്രിയേറ്റിംഗ് ന്യൂ യൂണിറ്റ് OPFOR ടു പ്ലേ റോൾ ടു എനിമി ഇൻ മിലിറ്ററി എക്സസൈസ്. അപ്പൊ ഇന്ത്യൻ ആർമി റിപ്പോർട്ടഡ്ലി ഒരു പുതിയ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് OPFOR, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് ഒപ്പോസിംഗ് ഫോഴ്സസ്, അതിന്റെ ചുരുക്കമാണ് OPFOR. ഇത് സിമുലേറ്റിംഗ് adversarial roles during military exercises and war game training. മിലിറ്ററി എക്സസൈസസ് ആ സമയത്തൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ്, പുതിയ യൂണിറ്റ് ആണ്. അപ്പൊ സിമിലർ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള കൺട്രീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ OPFORന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഫൈനൽ ആർമി ഹയറാർക്കിയിൽ നിന്ന് ഒരു ഫൈനൽ അപ്രൂവലിന് വേണ്ടി അവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഈ OPFOR പ്രപ്പോസ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്
എക്സിസ്റ്റിംഗ് മിലിറ്ററി യൂണിറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. അത് വെപ്പൺസ്, ഓപ്പറേറ്റിംഗ് മെത്തേഡ്സ്, ടാക്ടിക്സ് ഓഫ് പൊട്ടൻഷ്യൽ അഡ്വേഴ്സറീസ് ഒക്കെ ഇതിനകത്ത് മിറർ ചെയ്യുന്നുണ്ട്. Reserve Bank of India lift restrictions on Bank of Baroda's Bomb World Mobile App. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡയുടെ ബോംബ് വേൾഡ് മൊബൈൽ ആപ്പിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. പബ്ലിക് സെക്ടർ ലെൻഡറിനെ എന്നുള്ളത് അവർ ബാർ ചെയ്തിരിക്കുകയാണ് ഫ്രം ഓൺബോർഡിംഗ് കസ്റ്റമേഴ്സ്. ഇത് ഒരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അത് റെസ്ട്രിക്ട് ചെയ്യാൻ ഉള്ളൊരു ഒരു അതോറിറ്റിയാണ് RBI. അപ്പൊ അവരത് ചെയ്തിരിക്കുകയാണ്. Google DeepMind unveils next generation of drug discovery AI model. ഇപ്പൊ ഗൂഗിൾ ഡീപ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു തേർഡ് മേജർ വേർഷൻ ഓഫ് ഇറ്റ്സ് AlphaFold ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് സയന്റിസ്റ്റുകളെ ഡ്രഗ്സ് ഡിസൈൻ ചെയ്യുന്നതിനും ഡിസീസസിനെ ഇഫക്റ്റീവായി ടാർഗറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Astronomers finally detect a rocky planet with an atmosphere. ഇപ്പോ ആ ഒരു പ്ലാനറ്റ്, അതായത് 55 Cancri അല്ലെങ്കിൽ ജാൻസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാനറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എർത്തിനേക്കാളും 8.8 times മാസീവ് ആണ് അത്. ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റിനേക്കാളും ട്വൈസ് വരും. ഈ പ്ലാനറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയാണ്. എർത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 41 ലൈറ്റ് ഇയേഴ്സ് എവേ ആണ് ഇൻ ദി കോൺസ്റ്റലേഷൻ ക്യാൻസറിൽ. അപ്പൊ ഇതിന്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓർബിറ്റ് ഇറ്റ്സ് സ്റ്റാർസ്. അപ്പൊ 1 to 25th distance between our solar system's innermost planet Mercury and the Sun. അപ്പോൾ ഇതിന്റെ ഇത് ഓർബിറ്റ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ മെർക്കുറി പ്ലാനറ്റ് നമ്മുടെ ഇന്നർ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്, നമുക്കറിയാം. അത് സോളാർ സിസ്റ്റത്തിനെ എങ്ങനെയാണോ ഏത് ഡിസ്റ്റൻസിലാണോ അത് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പൊ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു റോക്കി പ്ലാനറ്റ് തന്നെയായിരിക്കും ഇത്. ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് അപ്പാരന്റ്ലി ഇതിന്റെ സർഫസ് മോൾട്ടൺ റോക്ക് ആണ്. അപ്പൊ ഹാബിറ്റബിലിറ്റിക്ക് പ്രത്യേകിച്ച് ഹോപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഈ പ്ലാനറ്റ് പ്രോബബ്ലി ഒരു ടൈഡലി ലോക്ക്ഡ് ആണ്, അതായത് പെർപെച്വലി ഇത് സെയിം സൈഡാണ് ഇതിന്റെ സ്റ്റാർ ഫേസ് ചെയ്തത്. അപ്പോ ഇത് ഇറ്റ്സ് മച്ച് ലൈക്ക് ദ മൂൺ ടെസ്റ്റ് ടുവേഴ്സ് ദി എർത്ത്. അതായത് എങ്ങനെയാണോ മൂൺ നമ്മുടെ എർത്തിന് ടുവേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇൻഫ്രാറെഡ് ഒബ്സർവേഷൻസ് വഴി 2 ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആണ് ഇതിന്റെ ഒരു പ്രസൻസ്, ഒരു സബ്സ്റ്റാൻഷ്യൽ പ്രസൻസും ഇതിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നുള്ളതൊക്കെ അതിന്റെ പ്രസൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ മറ്റ് ഗ്യാസസും ഉണ്ട്, അതായത് വാട്ടർ വേപ്പറും സൾഫർ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. ഇന്ത്യ റിസീവ്സ് $111 billion in remittance in 2012 World Migration Report 2024. അപ്പോൾ വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2024 യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. ധാക്ക ബംഗ്ലാദേശിലാണ് റിലീസ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡില് ഇൻവേർഡ് റെമിറ്റൻസ് 100 ബില്യണിലധികം റിസീവ് ചെയ്യുന്ന ഒരു കൺട്രി, ആദ്യത്തെ കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ $111.22 ബില്യൺ റെമിറ്റൻസ് ആണ് 2022 റിസീവ് ചെയ്തത്. ഇപ്പോ മെക്സിക്കോ ഡീത്രോൺഡ് ചൈന ടു ടേക്ക് ദ നമ്പർ 2 സ്പോട്ട്. അപ്പൊ ചൈനയായിരുന്നു രണ്ടാമത്. മാറ്റം നിർത്തിക്കൊണ്ട് ഇപ്പൊ മെക്സിക്കോ രണ്ടാമതായിരിക്കുകയാണ്. അപ്പൊ ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻസ്, അതായത് അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസ് അയക്കുന്ന മണിയാണ് ഈ ഇൻവേർഡ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അവരുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുന്ന പൈസയാണ്. ഇത് ബൈനിയലി ആണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 2000 മുതൽ തന്നെ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യക്ക് ഓക്കെ, അപ്പൊ 2022 ഇന്ത്യ, മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ് ആൻഡ് ഫ്രാൻസ് ഇവരായിരുന്നു ടോപ്പ് 5 റെമിറ്റൻസ് റെസിപ്പിയന്റ് ആയിട്ടുള്ള കൺട്രീസ്. ഇപ്പൊ 3 കൺട്രീസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സദേൺ ഏഷ്യ എന്നുള്ളതാണ്. ഇന്ത്യ, പാകിസ്ഥാന് 6th പൊസിഷൻ, ബംഗ്ലാദേശിന് 8th പൊസിഷൻ. ടോപ്പ് 10 റെസിപ്പിയൻസിൽ 3 കൺട്രീസ് സദേൺ ഏഷ്യയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇന്ത്യ റെസിപ്പ് ചെയ്യുന്ന 2010 മുതൽ 2022 വരെയുള്ളതിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ ആയിട്ടുണ്ട്. ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 1.8 crore ഇന്റർനാഷണൽ മൈഗ്രൻസ് ആണ് അബ്രോഡിലേക്ക് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മൈഗ്രേഷന്റെ ഒരു ലാർജസ്റ്റ് സോഴ്സ് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒത്തിരി പേര് തന്നെ ഉണ്ട്. വർക്കിന് വേണ്ടിയിട്ടാണ് ഒരു ലാർജസ്റ്റ് മൈഗ്രേഷൻ നടക്കുന്നത് തന്നെ. അപ്പൊ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്. റീസെന്റ് ഈ സ്കിൽഡ് അതുപോലെ ക്വാളിഫൈഡ് പ്രൊഫഷണൽസിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അതായത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് അവരുടെയൊക്കെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൈഗ്രൻസിൽ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ മാക്സിമം മൈഗ്രേഷൻ ഓഫ് ഇന്ത്യൻസ് എന്ന് പറയുന്നത് UAE-യിലാണുള്ളത്. അവിടെ ഒരു എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ 3.47 മില്യൺ ഇന്ത്യൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്ത് വരുന്നത് US-ൽ 2.7 മില്യൺ വർക്ക് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിൽ 2.5 മില്യൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റ് ഏഷ്യ, പർട്ടിക്കുലർലി ഗൾഫ് കൺട്രീസ് ആണ് മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ലാർജസ്റ്റ് ഡെസ്റ്റിനേഷൻ. അറൌണ്ട് 88% ഓഫ് UAE പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മൈഗ്രൻസ് ആണ്. 73% ഓഫ് കുവൈറ്റിലെ പോപ്പുലേഷൻ, 77% ഓഫ് ഖത്തർ പോപ്പുലേഷൻ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മൈഗ്രൻസ് ആണ്. ഇന്ത്യ സർപാസസ് ജപ്പാൻ ആസ് എ തേർഡ് ലാർജസ്റ്റ് സോളാർ പവർ ജനറേറ്റർ ഇൻ 2023. അപ്പൊ ഗ്ലോബൽ ഇലക്ട്രിസിറ്റി റിവ്യൂ 2024 അത് പബ്ലിഷ് ചെയ്യുന്നത് ഗ്ലോബൽ എനർജി ടാങ്ക് എംപർ എന്ന് പറയുന്ന ഒന്നാണ്. ഇന്ത്യ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് തേർഡ് ലാർജസ്റ്റ് സോളാർ പവർ ജനറേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് 2023. അപ്പൊ ഇന്ത്യ വാസ് റാങ്ക് 9th ഇൻ സോളാർ എനർജി ഡിപ്ലോയ്മെന്റ് ഇൻ 2015. 2015-ലാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് 9 ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയുടെ റാങ്ക് 3 ആണ്. അപ്പോൾ കൂടുതൽ സോളാർ പവർ നമ്മൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റിപ്പോർട്ട് ഷോ ചെയ്യുന്നത് സോളാർ പവറിന്റെ ഷെയർ ഗ്ലോബൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലേക്ക് ഒരു 5.5% ആയിട്ട് സർജ് ചെയ്തിരിക്കുകയാണ് 2022 എത്തിയപ്പോൾ. ഇന്ത്യയുടെ സോളാർ പവറിലേക്കുള്ള ഷെയർ എന്ന് പറയുന്നത് 0.5% ആയിരുന്നു 2015. അതിൽ നിന്ന് 5.8% 2023 എത്തിയപ്പോഴത്തേക്കും ഇൻക്രീസ് ഉണ്ടായി. ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ 4th ലാർജസ്റ്റ് സോളാർ ജനറേഷനിൽ ഇൻക്രീസ് ഉണ്ടായ ഒരു കൺട്രിയാണ് 2023. ഓക്കെ, അപ്പോ പിന്നീട് വരുന്നത് അതിന് ഫോളോ ചെയ്ത് വരുന്നത് ചൈന, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രസീൽ ആണ്. അപ്പൊ ടുഗദർ ഈ 4 സോളാർ ഗ്രോത്ത് കൺട്രീസും കൂടെ 75%-ഓളം ഓവർ ഗ്രോത്ത് ആണ് 2023 ഓവറോൾ ഗ്രോത്ത് ആണ് ഇവര് കാണിക്കുന്നത്. ഇന്ത്യസ് മെജോറിറ്റി പോപ്പുലേഷൻ ഡിക്ലൈൻ സെക്കൻഡ് ഓൺലി ടു മ്യാൻമർ ഇൻ സൗത്ത് ഏഷ്യ, EAC PM വർക്കിംഗ് പേപ്പർ. ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിക്ലൈൻ, അതായത് മെയിൻ ആയിട്ട് 7.82% മെജോറിറ്റി പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ് കാണുന്നത്. മ്യാൻമറിന് ഓൺലി നെക്സ്റ്റ് ടു മ്യാൻമർ വിത്തിൻ ഇമ്മീഡിയറ്റ് സൗത്ത് ഏഷ്യൻ നെയ്ബർഹുഡ് ഫ്രം 1950 to 2050. അപ്പൊ 1950 to 2015 നോക്കുമ്പോൾ മ്യാൻമറിന്റെ തൊട്ടടുത്ത് തന്നെ ഇന്ത്യക്കും 7.8%-ഓളം ഒരു സിഗ്നിഫിക്കന്റ് ഡിക്ലൈൻ ആണ് മെജോറിറ്റി പോപ്പുലേഷനിൽ വന്നത്. വർക്കിംഗ് പേപ്പർ ഓഫ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ പ്രൈം മിനിസ്റ്റർ EAC PM ആണ് ഈ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ്സിന്റെ ഷെയർ ഇൻക്രീസ് ആയി എന്നുള്ളൊരു കാര്യം അവതരിപ്പിച്ചത്. മൈനോറിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, സിഖ് ആണ് വരുന്നത്. ജെയിൻസിന്റെയും പാഴ്സീസിന്റെയും ഷെയർ ഡിക്ലൈൻ ആണ്. അപ്പൊ ഹിന്ദു പോപ്പുലേഷൻ ആണ് 84.68% 1950s മുതൽ. അത് 78.06% ആയി 2015 എത്തിയപ്പോൾ. അപ്പൊ 1915 മുതൽ 2015 വരെ മുസ്ലിം പോപ്പുലേഷൻ 43.15% ആണ് ഇൻക്രീസ് ആയത്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 5.38% ആണ് ഇൻക്രീസ് ആയത്. ഈ മെജോറിറ്റി റിലീജിയന്റെ ഡിനോമിനേഷൻ ഷെയർ എന്ന് പറയുന്നത് 167 കൺട്രീസിൽ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 22% റെഡ്യൂസ് ചെയ്താണ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഈ പേപ്പറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്രോസ് കൺട്രി അനാലിസിസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെയിൻ ആയിട്ട് റിലീജിയസ് മൈനോറിറ്റീസ് ഇൻ 167 കൺട്രീസിന്റെ കേസിൽ. അപ്പൊ ഇത് പറയുന്നത് മൈനോറിറ്റി പോപ്പുലേഷൻ ഷ്രങ്ക് ചെയ്തു സബ്സ്റ്റാൻഷ്യലി. മെയിൻ ആയിട്ട് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള കൺട്രീസിൽ മൈനോറിറ്റി പോപ്പുലേഷൻ കുറഞ്ഞു എന്നാണ് പറയുന്നത്. മുംബൈ ആൻഡ് ഡൽഹി among 50 wealthiest cities of world, ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ്. 2024 വേൾഡ് വെൽത്തിയസ്റ്റ് സിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് ന്യൂ വേൾഡ് വെൽത്ത് ചേർന്നിട്ടാണ് റിലീസ് ചെയ്യുന്നത്. മുംബൈക്ക് 24th സ്ഥാനവും ഡൽഹിക്ക് 37th സ്ഥാനവുമാണ് കിട്ടിയത്. അവർക്ക് ആ പൊസിഷൻസ് ആണ് കിട്ടിയത്. അതായത് ടോപ്പ് 5 വെൽത്തിയസ്റ്റ് സിറ്റീസിൽ ഗ്ലോബൽ സർവേയിൽ 2 സിറ്റീസ് ഇന്ത്യയിൽ നിന്നുണ്ട്, മുംബൈ ആൻഡ് ഡൽഹി. അപ്പൊ ബാംഗ്ലൂരിന് ടോപ്പ് 10 മോസ്റ്റ് പ്രോമിസിംഗ് സിറ്റി ടു വാച്ച് ലിസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത് എന്നുള്ള ഒരു സ്പോട്ട് കിട്ടി. ന്യൂയോർക്ക് സിറ്റി ആണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ലീഡ് ചെയ്യുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 11 സിറ്റീസിനാണ് ടോപ്പ് 50-ൽ പൊസിഷൻസ് കിട്ടിയത്. ഓക്കെ, വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ഓൺ അഗ്രി ഫുഡ് സിസ്റ്റം. വേൾഡ് ബാങ്ക് റീസെന്റ് റിപ്പോർട്ട് റിസൈവ് ഫോർ എ ലൈവബിൾ പ്ലാനറ്റ് അച്ചീവിംഗ് നെറ്റ് സീറോ എമിഷൻ ഇൻ ദ അഗ്രി ഫുഡ് സിസ്റ്റം എന്നുള്ള ഒരു റീസെന്റ് റിപ്പോർട്ടിൽ സിഗ്നിഫിക്കന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അഗ്രി ഫുഡ് സെക്ടറിൽ. ഇത് കറന്റ്ലി ഒരു ഓൾ ഗ്ലോബൽ എമിഷന്റെ ഫോർ അബൌട്ട് 1/3 ഓഫ് ഓൾ ഗ്ലോബൽ എമിഷൻ എന്നുള്ളതാണ്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് ഐഡന്റിഫൈ ചെയ്ത ടോപ്പ് 10 അഗ്രി ഫുഡ് സിസ്റ്റം എമിറ്റേഴ്സിനെയാണ് റെസ്പോൺസിബിൾ, അതായത് ഗ്ലോബൽ അഗ്രി ഫുഡ് എമിഷനിൽ 55% റെസ്പോൺസിബിൾ ആയിട്ടുള്ള എമിറ്റേഴ്സിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനകത്ത് ചൈന, ബ്രസീൽ, ഇന്ത്യ, US, ഇന്തോനേഷ്യ ഒക്കെ ഇൻവോൾവ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്
18% ഇൻക്രീസ് ചെയ്തു. അത് $260 ബില്യൺ ആയിട്ട് കൂടി a year to half current agri-food emissions by 2030. So world on track for net zero emission in 2050. നമുക്കറിയാം 2050 ആകുമ്പോഴത്തേക്ക് നെറ്റ് സീറോ എമിഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, Amol appointed as official sponsor of Sri Lanka for 2020 World Cup. Previously Amol USA sponsorship എടുത്തിരുന്നു, സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെയും സ്പോൺസർഷിപ്പ് എടുത്തിരുന്നു. ഇപ്പം ശ്രീലങ്കയുടെ ഒഫീഷ്യൽ സ്പോൺസർ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്കമിംഗ് വേൾഡ് കപ്പിൽ. ICC announced Women's 2020 World Cup schedule. ഇപ്പൊ 9th Women's 2020 World Cup 2024 ബംഗ്ലാദേശിൽ വെച്ച് October 3 to 20 ആണ് നടക്കാൻ പോകുന്നത്. ഒരു 23 മാച്ചസ് ആണ്. ഇതിൽ ടോപ്പ് 10 വുമൻസ് ടീമാണ് വേൾഡിൽ നിന്നുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ICCയുടെ CEO ജിയോഫ് അലാർഡൈസ് ആണ്. ഗ്രൂപ്പ് എയിൽ വരുന്ന ടീം ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ, ശ്രീലങ്കയാണ്. ഗ്രൂപ്പ് ബിയിൽ ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സ്കോട്ട്ലൻഡ് എന്നിവരാണ്. ബജ്റാങ് പുനിയ പ്രൊവിഷണലി സസ്പെൻഡഡ് ബൈ റെസ്ലിംഗ് അതോറിറ്റീസ്. അപ്പൊ NADA, അതായത് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി, അവര് ബജ്റാങ് ഏപ്രിൽ 23 അദ്ദേഹത്തിന്റെ സാമ്പിൾ എടുക്കാൻ സമ്മതിക്കാത്ത, അതായത് ഒളിമ്പിക് ക്വാളിഫയേഴ്സിൽ അദ്ദേഹത്തിന്റെ സാമ്പിൾ എടുക്കാൻ സമ്മതിക്കാത്ത ഒരു സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റെക്കോർഡ് പ്രകാരം ബജ്റാങ് എന്ന് പറയുന്നത് December 31st, 2024 വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രൊവിഷണലി സസ്പെൻഡഡ് ആണ്. NADA ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആന്റി ഡോപ്പിംഗ് റൂൾ വയലേഷൻ കാരണമാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത്. ഇന്ത്യ സെറ്റ് ടു ഗെറ്റ് ഫസ്റ്റ് എവർ പ്രൊഫഷണൽ പിക്കിൾ ബോൾ ലീഗ് WPBL. അർജുന അവാർഡി ഗൗരവ് നദേക്കർ വേൾഡ് പിക്കിൾ ബോൾ ലീഗ് ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. WPBL പ്രൊഫഷണൽ പിക്കിൾ ബോൾ ലീഗ് ആണത്. നദേക്കർ സ്പോർട്സ് ആൻഡ് ഗെയിമിംഗ് ആൻഡ് സോണി എന്റർടൈൻമെന്റ് ടാലന്റ് വെഞ്ചേഴ്സ് ഇന്ത്യ ഇവർ ചേർന്നിട്ടാണ് ഇത് എൻവിസേജ് ചെയ്യാൻ പോകുന്നത്. ഈ ഇനാഗുറൽ എഡിഷൻ എന്ന് പറയുന്നത് വേൾഡ് പിക്കിൾ ബോൾ ലീഗിന്റെ 6 ഫ്രാഞ്ചൈസസ് ആയിട്ട് ആണ് നടക്കാൻ പോകുന്നത്, വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ടീമും each team will have 5 to 8 players including international stars. അപ്പൊ 5 മുതൽ 8 പ്ലേയേഴ്സ് വേണം ഓരോ ടീമിലും വരിക. അതിനകത്ത് ഇന്റർനാഷണൽ സ്റ്റാർസും ഉണ്ടായിരിക്കും. അരവിന്ദ് പ്രഭു അതാണ് ഓൾ ഇന്ത്യ പിക്കിൾ ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ്. May 12th മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ നമുക്കറിയാം, നമ്മുടെ മദേഴ്സിനെയും നമ്മുടെ മദർലി ഫിഗേഴ്സിനെയും വേൾഡ് വൈഡ് ആയിട്ടുള്ള മദർലി ഫിഗേഴ്സിനെ എല്ലാം നമ്മൾ ബഹുമാനിക്കണം. അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അവർക്ക് ലവും അപ്രിസിയേഷനും ഒക്കെ നൽകണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരുടെ സാക്രിഫൈസസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഇന്റർനാഷണൽ നഴ്സസ് ഡേയും കൂടെയാണ് May 12th. അപ്പൊ എല്ലാ വർഷവും May 12 ഗ്ലോബിലെ എല്ലാ കോർണേഴ്സിലുള്ള നഴ്സസ് ഒന്നിച്ചു വന്ന് ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ എന്ന് പറയുന്നത്. ഇതിന്റെ ഈ പ്രാവശ്യത്തെ 2024 തീം എന്ന് പറയുന്നത് അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.